ഈ വീടിൻ്റെ പ്ലാൻ ഉണ്ടല്ലോ, 2D പ്ലാൻ, അതിപ്പോൾ ചാറ്റ് GPT ഇട്ടിട്ട് ആൾക്കാർ പല പല പ്ലാൻ ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വെച്ച് ചെയ്യുന്നതിൽ എന്തെങ്കിലും പിന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് കറക്റ്റ് ഒരു സ്കെച്ച് കിട്ടാണ്ട് നമ്മൾ പ്ലാൻ 2D ആയാലും ഇപ്പോൾ 3D ഒക്കെ കിട്ടാൻ എളുപ്പമാണ്, വലിയ കാശും ചിലവില്ല. ഇപ്പോൾ ഇതിൽ നമ്മൾ ചാറ്റ് GPT ജിമിനിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ വരച്ച് തരും. പക്ഷേ അതിനൊക്കെ ഉള്ള ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും ലാൻഡ് കണ്ട് ഒരു ആർക്കിടെക്റ്റ് വരയ്ക്കുന്നത് പോലെയേ ആവത്തില്ല. അപ്പം അതിനകത്ത് നമുക്കൊരു ക്യാറ്റ് ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ വരുത്താനും, അതുപോലെ ഒരാൾ ഫിസിക്കലി കണ്ടിട്ട് വരയ്ക്കുന്നതും വ്യത്യാസം ഉണ്ടാകും. കാരണം ഇപ്പം നമ്മൾ ഒരു വ്യൂ, അപ്പോൾ ആ വീടിന് ചിലപ്പോൾ ഫ്രണ്ട് വ്യൂ ആയിരിക്കത്തില്ല. അതായത് ഇപ്പോൾ ഒരു ഈസ്റ്റ് വ്യൂ ഉള്ള വീട് വരയ്ക്കണമെന്ന് നമ്മൾ ചാറ്റ് GPT ഇട്ട് കൊടുത്താൽ അത് ഈസ്റ്റ് വ്യൂ ഉള്ള വീട് വരച്ച് തരും. പക്ഷെ ആ വീടിൻ്റെ ലുക്ക് വൈസ് ചിലപ്പോൾ ആ വീടിൻ്റെ വഴിയിൽ കൂടെ ആ വീട് കാണുന്ന ചിലപ്പോൾ നോർത്ത് ഫേസ് ആയിരിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. അതായത് നമുക്ക് ആ വീടിൻ്റെ വ്യൂ കൂടുതൽ വേണ്ടത് ഫേസിങ് ചിലപ്പോൾ നമുക്ക് ഈസ്റ്റ് ഫേസിങ് പറ്റുമായിരിക്കും. പക്ഷെ ആ വീട് ആ വഴിയിൽ കൂടെ നടന്നു വരുമ്പം ഏറ്റവും കൂടുതൽ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ വടക്ക് സൈഡായിരിക്കും. ഏറ്റവും മനോഹരമായ വ്യൂ വടക്ക് സൈഡിലായിരിക്കും. അപ്പോൾ ഈ ചാറ്റ് GPTക്ക് ഇത് അറിയത്തില്ല, നോർത്ത് സൈഡാണോ ലുക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് വഴി വരുന്നത്, എവിടെയാണ് ഹൈറ്റ്, എങ്ങനെയാണ്, കുഴുവിലുള്ള വീടാണോ, ഇതൊന്നും ചാറ്റ് GPTക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് വ്യക്തമായിട്ട് അളന്നെടുത്ത സ്കെച്ച് മാത്രമേ ആർക്കായാലും അയച്ചു കൊടുക്കാവൂ. ഇപ്പോൾ തമിഴ്നാട് ഇവിടെയൊക്കെ ഒരുപാട് ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങുകൾ നമുക്ക് കോൾസ് വരാറുണ്ട്, വരച്ചു കൊടുക്കും സാർ, 2D പ്ലാൻ 3D പ്ലാൻ എല്ലാം വരച്ചു തരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇലക്ട്രിക്കൽ പ്ലാൻ വരെ വരച്ചു തരും. പക്ഷെ അതൊന്നും നമുക്ക് പ്രാക്ടിക്കലി വർക്കൗട്ട് ആവില്ല. ഇതൊക്കെ നമുക്ക് കാശ് കളയാനും, ഇപ്പോൾ 3D പ്ലാൻ ആയാലും ഫ്ലോർ പ്ലാൻ ആയാലും എല്ലാം കാണുമ്പോൾ ഭംഗിയാണ്, നമുക്കതൊരു കാണുമ്പോൾ ഭംഗി തോന്നുമെങ്കിലും ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കലി ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പ്രാക്ടിക്കലി ചെയ്യണമെങ്കിൽ ലാൻഡ് പ്രാക്ടിക്കലി കണ്ടിരിക്കണം, ആ വീടിൻ്റെ വ്യൂ എങ്ങോട്ടാണ്, ഏത് ഭാഗത്തു നിന്നാണ് ആ വീട് കൂടുതൽ കാണുന്നത്, പൊക്കമുള്ള സൈറ്റാണോ പൊക്കം കുറഞ്ഞ സൈറ്റാണോ, എങ്ങനെയാണ് എന്നുള്ള നോക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ കാറ്റിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, തൊട്ടടുത്ത വീടുകളുടെ ജനലുകളും നമ്മുടെ ജനലുകളും ഈക്വലി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കൂടുതലും പ്ലോട്ടായിട്ട് തിരിച്ച് തൊട്ടടുത്തടുത്ത് 4 സെൻറ്റ് 5 സെൻറ്റിൻ്റെ വീടുകളാണ്. അപ്പോൾ ഇതിലൊക്കെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലും ആൾക്കാർ ക്ലിയർ ഗ്ലാസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനലുകൾ അവരുടെ ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ ബെഡ്റൂം ജനലുകൾ പിന്നെ നമുക്ക് കട്ടം മാറ്റാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കൊരു ആർക്കിടെക്റ്റിനോ അല്ലെങ്കിൽ ഒരു ബിൽഡറിനെ അവിടെ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ വരച്ച് തരുന്ന പ്ലാനിൽ തൊട്ടടുത്തുള്ള വീടില്ല, ലാൻഡിൻ്റെ ഹൈറ്റ് ഇല്ല, വഴി എങ്ങനെയാണ് വരുന്നതെന്നുള്ളതില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ നമ്മളൊരു 2Dയോ 3Dയോ പൈസ കൊടുത്ത് അയച്ചു കൊടുക്കുന്ന ആളിന് കിട്ടത്തില്ല. അതുപോലെ പേയ്മെൻറ്റ് കിട്ടാണ്ട് ഇവർ വരച്ച് അയച്ചു തരത്തുമില്ല. അതുപോലെ ഇതിൽ കൂടുതൽ ഒരുപാട് ഫ്രോഡ് നടക്കുന്നുണ്ട്. ഒരുപാട് എൻ്റെ ക്ലയൻസിന് പൈസ പോയവരുമുണ്ട്. വരച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കുറേ ഇവരെ പ്രൊഫൈൽ കാണും, ഇവരുടെ ഫേസ്ബുക്ക് പേജ് കാണും, ഇവരെ കുറേ റെഫറൻസ് ഇഷ്ടം പോലെ കാണും. ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ഗൂഗിൾ പേയിൽ പൈസ അയച്ചു കൊടുക്കും, പിന്നെ അവർ വിളിച്ചെടുക്കത്തുമില്ല, ഈ കാശ് പോയതുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫിസിക്കലി ഒരാളെടുത്ത് പോയി ഇരുന്ന് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരയ്ക്കുന്നതാണ് നമുക്ക് എന്തൊക്കെയാണ് അവരോട് പറയാനുള്ളത്, അതൊക്കെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് കുറച്ച് ബെറ്റർ. പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ ചാറ്റ് GPT മാക്സിമം യൂസ് ചെയ്യാതെ നല്ലൊരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് പ്ലാൻ വരയ്ക്കുന്നതാണ് നല്ലത്. അതെ അവിടെ ഇരുന്ന് വരയ്ക്കുമ്പോൾ പുള്ളിക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും ഇന്ന കാര്യങ്ങൾ. അപ്പോൾ ആ പുള്ളിയുടെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും കുറച്ച്. അതായത് സാറേ അങ്ങനെ വിൻഡോ അവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, ഇതിനിങ്ങനെയാണ്, ബാത്റൂം ഇത്ര ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാം. ഇപ്പം നമ്മൾ സ്ക്വയർ ബെഡ്റൂം ആയിരിക്കും ചിലർ എടുത്ത് കൊടുക്കുന്നത്, സ്ക്വയർ ബെഡ്റൂമിനെ കാട്ടി റെക്ടാങ്കിൾ ആയിട്ടുള്ള ബെഡ്റൂം ആയിരിക്കും കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടും കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാനും പറ്റുന്നത് റെക്ടാങ്കിളിലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ആർക്കിടെക്റ്റിൻ്റെയോ അല്ലെങ്കിൽ വരയ്ക്കുന്ന ആളിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ അയാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും.